അല്ല ഗൈസ്, നമ്മളിപ്പം ഇവിടെ നിൽക്കുന്ന എവിടെയാണെന്നറിയാം. എൻ്റെ ബേസ് കഴിഞ്ഞ എൻ്റെ ബേസ് മറന്നുപോയി. അതുകൊണ്ട് ഞാനൊരു ട്രിക്ക് ചെയ്തത് എന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യുന്നത് സിമ്പിൾ. അവിടെ ഒരു പെട്ടി ഉണ്ടാക്കി അതിൽ എൻ്റെ സാധനമെല്ലാം വെച്ച് ഞാൻ ചാവാൻ പോയി. ഇതിൻ്റെ അടുത്തേനും എൻ്റെ സ്പോണർ. അതുകൊണ്ട് ഞാൻ ചാവാൻ പോയി. എൻ്റെ എനിക്ക് എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ച് വീഡിയോ എടുക്കുന്നതാണ്. ഈ ഒരു വീഡിയോക്ക് വേറൊരു ഗോളും കൂടിയുണ്ട്. എൻ്റെ വീടിൻ്റെ കുറച്ച് പണി തീർക്കണം. 5ാമത്തെ എപ്പിസോഡ് ആകുമ്പോഴത്തേക്ക് ഞാൻ പണി തീർക്കും. ഇതാണ് എൻ്റെ വീട്. ഇവിടെ വളർന്നൊക്കെ നോക്കട്ടെ. അയ്യോ, ഒരു സൈഡിൽ കിട്ടിയില്ല, വളർന്നിക്കില്ല. ഈ വീട്ടിൽ കിട്ടിയിട്ടില്ല. നമുക്ക് ഫാം ചെയ്യാം. ഇനി നമുക്ക് റിസോഴ്സ് വേണം. അതിന് ഞാൻ ഉണ്ടാക്കിയ വുഡ് ഫാം കുറേ വുഡുണ്ട്, അത് പോയി എടുക്കണം. ഇപ്പം രാത്രിയായി, ഉറങ്ങട്ടെ. അതിന് മുമ്പ് എൻ്റെ പെട്ടിയിൽ എന്തെല്ലാം ഇല്ലെന്ന് നോക്കട്ടെ. ഓ, ഇത്രയും ഇതെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ പെട്ടിയിൽ. ഞാൻ ഈ പറയുന്നത് എന്തായാലും ഈ ചെസ്റ്റ് പ്ലേറ്റ് കയ്യിലിട്ട് വെക്കണ്ട. ഞാൻ എൻ്റെ ദേഹത്തിടാൻ പോകുന്നതാണ്. എല്ലാവരും കണ്ടോ? അല്ല സോറി, ചെസ്റ്റായിപ്പോയി. ഇട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഉറങ്ങാം. ഇത് കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ട്. എൻ്റെ അധികം നല്ല ഡിവൈസ് ഒന്നുമല്ല, അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് ഇത് കിടക്കാം. നമ്മൾ ടാർഗറ്റ് ഇന്നത്തെ എപ്പിസോഡിൽ വീടിൻ്റെ അറ്റ്ലീസ്റ്റ് ഒരു നിലയെങ്കിലും പണി നോക്കുവാന്. നില ഞാൻ സ്റ്റോൺ ബ്രിക്ക് വെച്ചാണ് ഉപയോഗിക്കുന്നത്. അന്നേരം നിലത്തിന് നല്ലൊരു ടൈൽസിൻ്റെ ലുക്ക് കിട്ടും. അതാണ് ആദ്യം തന്നെ നമുക്കൊരു ആക്സ് ക്രാഫ്റ്റ് ചെയ്യണം. എന്നാലേ മരം വെട്ടാൻ സ്പീഡ് കൂടും. അത് ഞാൻ സ്റ്റിക്ക് ക്രാഫ്റ്റ് ചെയ്തു. ഇനി അടുത്ത ആക്സ് ക്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. പക്ഷേ ആക്സിന് ഇനിയും ഇത് വേണമെന്ന്. സോറി വുഡാണ് വേണ്ടത്. ഞാൻ വെറുതെ ഇതെല്ലാം ആക്സ് വന്നിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് ഓക്കെ സെറ്റ്. നമുക്ക് മരം വെട്ടാൻ പോവാം. കഴിഞ്ഞ പോലെ ഞാൻ ചെറിയ ബ്ലോസെല്ലാം ഭയമെല്ലാം കണ്ടുപിടിച്ചത് അത് എവിടെയാണെന്നറിയില്ല. ഞാൻ എന്തായാലും വില്ലേജിൻ്റെ കോർഡിനേറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് ഇനിയും ആ വില്ലേജിൽ പോവാം. എൻ്റെ സാധനങ്ങളെല്ലാം ആടെയില്ല, അതുകൊണ്ടാണ് ഇനിയും പോകണം. ഒരു മരം വെട്ടി 2ാമത്തെ മരം കൂടി വെട്ടട്ടെ. ഗൈസ്, നിങ്ങൾക്ക് മൈൻക്രാഫ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട് ഉണ്ടാവുമല്ലോ എന്തായാലും മൈൻക്രാഫ്റ്റ് ഫാന്, ഓൽക്ക് ഷെയർ ചെയ്തോട്ട് എൻ്റെ നോക്കി കളിക്കാൻ പറ്റും. മരം വെട്ടി അതിന് വളരണം. ഇപ്പോൾ ഒന്നും വളരുന്നൊന്നുമില്ല. എൻ്റെ അടുത്ത് കിട്ടിയ സാപ്ലിങ്സ് എല്ലാം ഏതെങ്കിലും നട്ട് വെക്കുക. ഈ സാപ്ലിങ്സ് എല്ലാം. പിന്നെ കുറച്ച് സ്റ്റിക്ക് കിട്ടി, മരത്തുമ്പോൾ കിട്ടുന്നതാണ്. പിന്നെ ഗൈസ്, ഇത് ജാവ എഡിഷനാണ് മൈൻക്രാഫ്റ്റിൻ്റെ. അതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സെറ്റിങ്സ് ചെയ്ത് മൊബൈലിൽ. ഞാൻ സെറ്റിങ്സിനായിട്ട് വേറൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കുന്നതായിരിക്കും. എന്തായാലും നമുക്ക് വീട് പണിയാൻ ഞാനൊരു സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. അതിൻ്റെ മുമ്പേ കുറേ ആയി. ഇതിലൂടെ ഒന്ന് ഇവിടെ എല്ലാം ഒരു പാലം കിട്ടിയിട്ട് നേരെ പോയി ഇവിടെ ഒരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമുണ്ട്. ഇവിടെയാണ് ഞാൻ വീട് കെട്ടാൻ ഉദ്ദേശിച്ചത്. ഇവിടെ എന്തായാലും മൊത്തം ബ്ലോക്കും പൊട്ടിക്കണം. ഞാൻ എന്തായാലും ഇത് പൊട്ടിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുവരെ ഞാൻ ഇതാക്കട്ടെ, പൊട്ടിക്കട്ടെ. അപ്പോൾ ഗൈസ്, ഞാൻ മൊത്തം പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ ഔട്ട്ലൈന് ഞാൻ വിചാരിക്കുന്ന 10x11 ഇവിടെ 5 5 4 6 7 8 9 എത്ര ഉണ്ടെന്ന് നോക്കട്ടെ, മാറിപ്പോയി. 1 2 3 4 സോറി പിന്നെ പോയി 1 2 3 4 5 6 7 8 9 10 ഓക്കെ സെറ്റ്. നമുക്ക് 11 ഇത് വേറൊന്ന് കുഴിക്കണം.
ഇത് പതിയൊന്ന് കുഴിക്കട്ടെ. നേരെ മേലോട്ട്. അയ്യോ ആടെ ബ്ലോക്കില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. 1 2 3 4 5 6 7 8. ഇനി അങ്ങോട്ട് ബ്ലോക്കില്ല, 2 ബ്ലോക്കില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. എന്തായാലും ഗൈസ് അപ്പോൾ ഗൈസ് ഇതൊരു കുറേ സമയം എടുക്കും. എന്തായാലും ഞാൻ മൊത്തം കുഴിച്ചിട്ട് അറിയിക്കാം. അപ്പോൾ ഗൈസ് മൊത്തം കുഴിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ഷവൽ കയ്യിലുണ്ട്. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഡ്യൂറബിലിറ്റി ഒന്നും കുറയാതെ. കാരണം ഞാൻ ഇതിപ്പം ക്രാഫ്റ്റ് ചെയ്യാനാണ്. ഉറക്കത്ത് എണീറ്റ് വന്നതാന്ന് തോന്നുന്നത്. ഞാൻ മൊത്തം കുഴിച്ചിട്ട് അങ്ങ് പോയി ഒരു ഷവലും ക്രാഫ്റ്റ് ചെയ്ത് ഇങ്ങ് പോകുന്നു. എന്താണെന്നറിയില്ല, ഇങ്ങോട്ട് എത്തിയ കാര്യം മനസ്സിലായി. പിന്നെ ഗൈസ് ഒരുപാട് ഡെർട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നേരെ പോയി എന്തെന്നു പെട്ടിയിൽ വെക്കട്ടെ. ഈ പെട്ടിയിലൊക്കെ ഇതെല്ലാം ഭയങ്കര പണിയാണ്. ഇലയിട്ടെല്ലാം കിട്ടണം. പിന്നെ പറന്നങ്ങ് പോവുക. എൻ്റെ പെട്ടിയുടെ പെട്ടി ഇതാ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സെറ്റിങ്സ് എല്ലാം മാറ്റാൻ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും. ഇപ്പം എന്തായാലും എനിക്ക് സ്റ്റോൺ ബ്രിക്ക് വേണം. അതിന് കുറച്ച് സ്റ്റോൺ ഉണ്ടായിരുന്നു, ഞാൻ മൈൻഡ് ചെയ്തപ്പോൾ കിട്ടിയ. അത് എടുത്തുകൊണ്ട് കരിക്കാൻ നേരം സ്റ്റോണാവും. പിന്നെ ബ്രിക്കാക്കാൻ സിമ്പിളാണ്. ഇനി കുറച്ച് വുഡുണ്ട് എൻ്റെ അടുത്ത്, അത് മതി. അത് മൊത്തം ക്രാഫ്റ്റിങ്ങിൽ ബ്ലാങ്ക് ആക്കിയിട്ട് അതിനെ ഇതാക്കണം, സ്ലാബ് ആക്കിയാൽ മതി. അന്നേരം ഒരേപോലെ ഉണ്ടാവും, പക്ഷേ സ്ലാബ് ഒരു കുറേ ഉണ്ടാവും. നേരെ കുറേ സമയം നിൽക്കുന്നതായിരിക്കും. ഞാൻ സജസ്റ്റ് ചെയ്യുന്നു സ്ലാബ്. വുഡ് എല്ലാം വെച്ച് ഫാമിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എൻ്റെ അടുത്തിപ്പോൾ ക്ഷാമാണ് വുഡിന്, അതുകൊണ്ടാണ്. എന്തായാലും ഗായ്സ് ഇതൊരു കുറേ സമയം എടുക്കുന്നതായിരിക്കും. ഞാൻ ഇത് കരിക്കട്ടെ. ഇതിൽ വെച്ച് ഒരു സ്റ്റാക്ക് ഈ സ്റ്റാക്ക് കൊടുക്കുക. ചെറുത് വലുതൊന്നും കൊടുക്കാൻ പറ്റില്ല. വെച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതൊരു കുറേ സമയം എടുക്കും, അതുകൊണ്ട് ഞാൻ വൈകിപ്പിക്കുന്നില്ല. പിന്നെ കാണാം. ഹലോ ഗൈസ്, പിന്നെ കാണാമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല. എന്നുവെച്ചാൽ ഇത് കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ കുറച്ച് ഇതെല്ലാം എടുത്തിട്ടുണ്ട്. സ്ലാബ് 54. ഇതെന്തായാലും തികയൊന്നുമില്ല. എന്നാലും ഞാൻ അവിടെ കൊണ്ടുവെക്കുന്നുണ്ട്, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഗൈസ് ഇത് വെക്കാൻ നല്ല ഇതുണ്ടാവില്ലേ, നല്ല സുഖത്തിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പോവാം. സ്ലാബായതുകൊണ്ടായും പരമസുഖം. ഇങ്ങനെ മേലോട്ട് വെക്കുക. അതാണ് നമുക്ക് ബ്ലോക്കിന് പകരം ഇത് വെക്കാം. വെറുതെ ബ്ലോക്ക് കളയണ്ട. എനിക്ക് പിന്നെ ഇത്ര ബ്ലോക്ക് അത്രയൊന്നും ഇല്ല ബ്ലോക്ക്, അതുകൊണ്ടാണ്. വീഡിയോൻ്റെ ലെങ്ത് ഇച്ചിരി കൂടുതലായിരിക്കും സാധാരണ പോലെ, അല്ലാണ്ട് അതൊന്ന് ക്ഷമിക്കണം. ഇത് ഒരു ഹൗസ് ബിൽഡ് ആയതുകൊണ്ടാണ്. ഞാൻ ഇൻവെൻറ്റർ നോക്കുമ്പോൾ ഇതില്ല എൻ്റെ അടുത്ത്. എൻ്റെ പേരെന്തുകൊണ്ടല്ലോ, പിക്കേക്സ് എന്ത് പറയണ്ട, മറവി. ഇവിടെ നിന്ന് എന്തായാലും വേറെ ഡയറക്ഷനിലേക്കാക്കാം. ഇതെന്തായാലും കുറേ സമയം എടുക്കും, ഞാൻ മടിപ്പിക്കുന്നില്ല. അപ്പം പിന്നെ കാണാം. ഹലോ ഗൈസ്, പിന്നെ കാണാമെന്ന് പറയുന്നത് ഇത് ഞാൻ ഉണ്ടാക്കി വെച്ച് മൊത്തം സ്ലാബ് കൊണ്ട് കുത്തി നിറച്ചിട്ടുണ്ട്. കുറച്ച് അടിയിലെല്ലാം ആക്കി ഇനി പിക്കാക്സ് കൊണ്ടുവന്ന് വെട്ടി പൊട്ടിച്ച്. അവിടെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്തോ, സബ്സ്ക്രൈബ് ചെയ്തോ, കമൻറ്റ് ചെയ്തോ. അപ്പം ടാറ്റ, ബൈ ബൈ.